ഹലോ എവ്രി വൺ. നമ്മൾ ഒരു പുതിയ ക്ലാസ്സിലേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മളടുത്തൊരു ഒരു കുട്ടി വന്നിരിക്കും അല്ലേ. സ്വാഭാവികമായിട്ടും നമുക്ക് അവൻ്റെ പേരെന്താന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അവൻ എവിടുന്ന് വരുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അവനെ സ്കൂളിലാണ് പഠിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാവും. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലാണ് അവനായിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും അല്ലേ. ഇതൊന്നും പറയാത്തൊരു കുട്ടിയോട് നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഒരു മാത്സ് ബുക്കിൽ നമ്മൾ ഒരു ഫോർമുല കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടുന്നാണ് വരുന്നത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുല കാണുമ്പോൾ ഇത് നമ്മൾ സ്വന്തം ആളാന്ന് തോന്നും അല്ലേ. നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അങ്ങനെ പല ഫോർമുലയും നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ സോൾവ് ചെയ്ത് പോയിട്ടുണ്ട് സ്കൂളിൽ അല്ലേ. അത് എന്താന്ന് ഇപ്പോഴും അറിയില്ലായിരിക്കും പലർക്കും. അപ്പോൾ നമുക്ക് ഈ ഫോർമുലകൾ എവിടുന്നാണ് വരുന്നത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ ഒരു ഫോർമുലയാണ് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ കാണുന്നത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എങ്ങനെയാണ് ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആവുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരക്കുന്നു. അതിൻ്റെ 3 സൈഡിനും പേര് കൊടുക്കുന്നു, എ ബി സി. ഇത് ബേസ് ആണ്, ഇതെന്താണ്, ഓൾട്ടിറ്റ്യൂഡാണ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, പൈത്തഗോറസ് തിയറം. എന്താ പൈത്തഗോറസ് തിയറം പറയുന്നത്? 2 ചെറിയ സൈഡുകളുടെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സൈഡിൻ്റെ സ്ക്വയറിന് തുല്യമായിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഏതെങ്കിലും ഒരു 2 സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ സൈഡ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പൈത്തഗോറസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പൈത്തഗോറസ് തിയറം അനുസരിച്ചിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നിക്കൂടെ. ഇത് നമ്മൾ ഇതിന് മൊത്തത്തിൽ സി സ്ക്വയർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഒരു ഈക്വൽ ടു സൈനിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈക്വൽ ടുവിന് ഒരു മാറ്റമില്ല അല്ലേ. ആ ഇക്വേഷൻ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ സി സ്ക്വയർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. എ സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം എ സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ സി ഹോൾ സ്ക്വയർ. ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ബി ബൈ സി ഹോൾ സ്ക്വയർ. സി സ്ക്വയർ ബൈ സി സ്ക്വയർ സി ബൈ സി ഹോൾ സ്ക്വയർ അല്ലേ. ഇനി നോക്കാം എ ബൈ സി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഓക്കെ, നമ്മുടെ ആംഗിൾ ഇതാണ്. ഈ ആംഗിളിൻ്റെ ഏത് സൈഡാണ് എ വരുന്നത്? ഓപ്പോസിറ്റ്. സി എന്താണ്? ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? പഠിച്ചിട്ടില്ലേ? സൈൻ തീറ്റ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് സൈൻ തീറ്റ. ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇവിടെയും ഹോൾ സ്ക്വയർ കൊടുത്തു. ഇനി അടുത്തത് ബി ബൈ സി. ബി ബൈ സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ എന്താണ്? ബി അഡ്ജസെന്റ്. അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? കോസ് തീറ്റ. ബി ബൈ സി ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. സ്ക്വയർ ഉള്ളത് കൊണ്ട് സ്ക്വയർ കൊടുത്തു. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാൻ പാടില്ല? സൈൻ തീറ്റ സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയ റോങ് ആണ്. അതേസമയം നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ ഹോൾ സ്ക്വയർ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റ ഹോൾ സ്ക്വയർ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. 1 സ്ക്വയറിന് 1. നോക്കൂ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എങ്ങനെ ഈ 1 കിട്ടുന്നതെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? അപ്പോൾ ഓരോ ഫോർമുലയ്ക്ക് ഓരോ റൂട്ട് ഉണ്ട്. എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരുപാട് വീഡിയോകൾ ഇനിയും കാണാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒരുപാട് പഠന സംബന്ധമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.